പ്രിയ, പച്ചക്കറി വല്ലതും മേടിക്കാനുണ്ടോ? പച്ചക്കറി ഒന്നും വാങ്ങിക്കാനില്ല, കുറച്ച് പലചരക്കുണ്ട്. എന്നാൽ ലിസ്റ്റും കൂടെ വായിക്കും. ആ നെറ്റില്ലേ? വൈഫൈയും ഇല്ല. പ്രിയ, തനിക്ക് എന്ത് ഉത്തരവാദിത്തം? വീട് കിടക്കണ കണ്ടില്ലേ? വീടിന് ഇപ്പൊ എന്തൊരു കുഴപ്പം? ആദ്യം തന്നെ എന്റെ ഫോണിൽ നിന്ന് വന്നിടത്ത് അങ്ങോട്ട് നോക്ക്. അരെ, ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കണത്. 24 മണിക്കൂർ കണ്ട കുക്കറി ഷോയും കണ്ട വേറെ റീലും കണ്ട്. ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കണേ, ഈ ഇത്രയും കുക്കറി ഷോ കാണുന്നില്ല, ഒരു ചമ്മന്തി എങ്കിലും അരച്ചു തന്നിട്ടുണ്ട് ഇതുവരെ. അല്ല, താനിരുന്ന് കുറെ റീൽസ് കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ വീട്ടില്? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല, താനേതൊക്കെ ബിസിനസ് റീലിരുന്ന് കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? അത് പിന്നെ ഞാൻ എന്റെ പ്രൊഫഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് കാണണം, അല്ലാണ്ട് തന്നെ പോലെ അഡിക്റ്റ് ഒന്നും അല്ല ഞാൻ. പിന്നെ ബിസിനസ് ഇംപ്ലിമെന്റേഷൻ, എന്നിട്ട് ഒരു ഇംപ്ലിമെന്റേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആകെ അങ്ങനെ നിന്നെ പോലെ അഡിക്റ്റ് ഒന്നും എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. താൻ അഡിക്റ്റ്. നീ എന്നെ അഡിക്റ്റ്. നിങ്ങളാണ് അഡിക്റ്റ്. ഞാൻ അഡിക്റ്റ്. നീ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും പച്ചക്കറി അരിയുമ്പോഴും എന്തിനാണ് ഈ സാധനം കണ്ടോണ്ടിരിക്കുന്നത്? അത് മാത്രമോ? എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയാണ്, നടക്കണ വഴി മുഴുവൻ സ്റ്റോറി. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം നീ എവിടെ പോണെന്ന്. നീയാണ് അഡിക്റ്റ്. അല്ല, അപ്പൊ താനോ 24 മണിക്കൂർ ബാത്റൂമിൽ കയറുമ്പോ ഫോണും കൊണ്ടാണല്ലോ കയറുന്നേ. അതുപോലെ വണ്ടിയിൽ പോകുമ്പോഴും ഫോൺ ചെവി വെച്ച് കുത്തി തേറി പോകുന്ന ആളാലോ, അതിനൊന്നും ഒരു കുഴപ്പമില്ലേ? താൻ അഡിക്റ്റ്. നീ എന്താ പറഞ്ഞ ഞാൻ അഡിക്റ്റ് ആണെന്നാണ്? ഞാൻ ചക്കച്ചമ്പറമ്പിൽ അനൂപ്. എന്റെ പൊന്നുമോളെ, 34 വയസ്സായി, ഇതുവരെ ഈ ലോകത്തുള്ള ഒരു സാധനം എന്നെ അഡിക്റ്റ് ആക്കാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ. പിന്നെയാണ് ഇന്നലെ വന്ന ഈ ഫോൺ. നിനക്കിപ്പോ എന്താ പറയുക, ഞാൻ അഡിക്റ്റ് അല്ലെന്ന് അറിയണം. എന്റെ വഴി വേണ്ടി ഞാൻ കാണിച്ചുതരാം. അതായത് ഈ ഫോൺ ചക്കച്ചമ്പറ അനുഭൂതി ഇവിടെ വെക്കുവാണ്, 24 മണിക്കൂർ അവിടെ വെക്കും, തൊടൂല്ല. നിന്നെ കൊണ്ട് പറ്റുമോ? നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റൂല. ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ, വെറുതെ. ചെയ്യാം. 24 മണിക്കൂർ ഞാനും ഈ ഫോൺ ഇവിടെ വെക്കാം. ഓ, അങ്ങനെയാണ്. നമുക്ക് കാണാം. ഹായ് ഗായ്സ്, ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് സമയത്തേക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 24 മണിക്കൂർ നേരത്തേക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ഇനി എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ലാൻഡ് ലൈനിൽ വിളിച്ചോ. ലാൻഡ് ലൈനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓ, എന്തെങ്കിലും നോണ്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, വൈറ്റ് ചെയ്യുന്നെങ്കിലും പോവാൻ. വെട്ടിയാണ് ഈ സാധനം വെച്ച കാണത്തില്ല. എന്താണ് ചക്കച്ചപ്പറമ്പൽ അനൂപേ, അങ്ങോട്ട് ഇറങ്ങുന്നില്ലേ? കഴിക്കങ്ങട്. അഡിക്ഷൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഫോണില്ലാണ്ട് ഇറങ്ങുന്നില്ല എന്ന് തോന്നുന്നു. മതി കഴിക്കൂടി. ഞാൻ കഴിച്ച് കാണിച്ചു തരാം. കുറച്ച് തൈരിട്ട് കഴിച്ച സ്ഥിതിക്ക് അയാൾ അവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. പോയി ഫോൺ എടുത്താലോ? ഫോണിൽ എന്താ പറയുക, എൻ്റെ ഒരു സമാധാനമില്ല. എടുത്തിട്ട് പെട്ടെന്ന് കൊണ്ട് വെച്ചാൽ പോരെ? ഇതിലൊക്കെ ഇപ്പോൾ എത്തുന്നില്ല ആനക്കാര്യം. പോയി നോക്കല്ലേ? പോയി നോക്കണോ? പോയി നോക്കിയിട്ട് വരാം. കർത്താവ്, ഇനി അയാൾ എവിടെ എവിടെയെങ്കിലും കാണാതിരുന്നാൽ മതിയായിരുന്നു. ഭാഗ്യം അവിടെങ്ങുമില്ല. ഡോറ് ലോക്ക, കുഴപ്പമില്ല, ഉറങ്ങിയിട്ടുണ്ടാവും. എൻ്റെ ഫോണേ സൺഡേ. എന്തേ ഈ വഴി? വെറുതെ കാറ്റ് കൊള്ളാൻ. ചൂട് കാറ്റ് കൊള്ളാൻ. ഞാൻ കണ്ട് ഫോൺ എടുക്കാൻ വന്നത്. നാണം ഇല്ലല്ലോ. എന്തൊക്കെ ഡയലോഗാ! 24 മണിക്കൂർ ഫോണിൽ തൊടൂല്ല, അഡിക്ഷൻ ഇല്ല. ഇപ്പൊ ആരാ അഡിക്ഷൻ? എനിക്ക് മനസ്സിലായി. എനിക്ക് ഇങ്ങനത്തെ വീട്ടിൽ നിൽക്കാനായിട്ട്. ഞാൻ പോവാ. ഡോ എന്തു
നീ വന്നേ. എന്തേ? തൻ്റെ ഫോൺ അവിടെ. അയ്യോ എൻ്റെ ഫോൺ കാണാനില്ല, ഞാൻ നോക്കിയിട്ട് വരാട്ടാ. ചുമ്മാ എടി എടുക്ക. എന്തേത്? ആ എൻ്റെ ഫോൺ ഇങ്ങനെ മിണ്ടരുത്. തനിക്കപ്പോൾ ഫോൺ ഉപയോഗിക്കാം അല്ലേ? എന്തിനാണോ ഒന്ന് പരമ്പരാണ് പറഞ്ഞോണ്ടിരുന്നേ? വിളിച്ചു പറഞ്ഞോണ്ടല്ലോ കൂടിപ്പോ തൊട്ട് വരെ പറഞ്ഞേക്കാം. പൈകാട് പറയാൻ കൂടെ. പ്രിയ റിമോട്ട് എന്താടി? എന്തിനാ? ഞാൻ ടി വി കാണുന്നില്ലേ? ഈ ന്യൂസ് കാണാൻ ടി വി റിമോട്ട് എന്താ? ഇന്ന പ്രത്യേകിച്ച് ന്യൂസ് ഒന്നുമില്ല. ഇതാണ്. അപ്പം നീ തരില്ല. ഇത് അഡിക്ഷൻ, ടി വി അഡിക്ഷൻ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്ത് അഡിക്ഷൻ? ടി വി അഡിക്ഷൻ. അതായത് നീ ഫോണിൽ കണ്ടോണ്ടിരുന്ന ഷോ ഒക്കെ കാണാൻ പറ്റാത്തതുകൊണ്ട് നീ ടി വി ഇരുന്ന് കണ്ടോണ്ടിരിക്കണം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതിലൊരു കാര്യമില്ല. അല്ല അപ്പൊ താനോ? തനിക്ക് വാട്സാപ്പിൽ നിന്ന് കുറ്റം പറയാൻ പറ്റത്തോണ്ടല്ലേ താൻ ന്യൂസ് കാണണമെന്ന് പറയുന്നേ? അങ്ങനെ ഇപ്പൊ താൻ കാണണ്ട. സൗകര്യമില്ല. കാണു കാണു നന്നായി പോയി. ആശിജി എന്താ മോളെ? ആ ചേച്ചി, ടി വി വർക്ക് ആവുന്നില്ല. കേബിൾ കണക്ഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും അറിഞ്ഞില്ലേ? എന്താ ചേച്ചി? അവിടെ കേബിളിന്റെ പണി നടക്കുക. വൈകുന്നേരം ആയാലും വരത്തില്ല. കുറച്ച് കഴിയുമ്പോ കറണ്ടും പോകും. അതുകൊണ്ട് ഞങ്ങൾ കുടുംബസമേതം പുറത്തേക്ക് പോവാ. ആ ചേച്ചി പോയിട്ട് വാ. ശരി, മാറിങ്ങോട്ട്. വട്ടാവണം. എനിക്കും. ഞാൻ ജംഗ്ഷൻ വരെ പോയല്ലോ, ഫോൺ കൊണ്ടുപോണ്ടിരുന്നാ പോരെ? എന്തായാലും അത് വേണ്ട. നിങ്ങളുടെ കൂട്ടുകാരുടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കല്ലേ? മരയ്ക്കവിടെ കാണാരി. അല്ല, എനിക്കിവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ അറിയുന്നുണ്ടോ? എന്റെ പാവം ചിറ്റ 2 ആഴ്ച ആശുപത്രി കിടക്കുക. ഞാൻ ഒരിക്കൽ പോലും പോയി കണ്ടിട്ടില്ല അവരെ. ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ. അടി ഏത്? പിന്നെ ഞാൻ കാനഡക്ക് പോയത് നിന്റെ ചിറ്റ കാലൊടിഞ്ഞ് കിടക്കണം എന്നല്ലേ? എടി നോണ പറയുമ്പോൾ ഓർത്തിട്ടെങ്കിലും പറയടി നോണച്ചി. അത് ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടോ നിങ്ങൾക്ക് മനസ്സിലായി? കുറച്ചുകൂടെ കഴിഞ്ഞ് വരാൻ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരുന്നു. അല്ല അനുപേട്ടാ, ഓഫീസിൽ സതീഷിന് ഇപ്പം എങ്ങനെയുണ്ട്? എടീ സതീഷ് 2 ആഴ്ച മുമ്പ് മരിച്ചു പോയത് എന്നോട് പറഞ്ഞില്ലായിരുന്നു. ഓ ആ അതൊക്കെ പോട്ടെ. നിന്റെ ക്ലാസ് എങ്ങനെ പോണ്? എൻ്റെ ക്ലാസ് എൻ്റെ 4 ആഴ്ചയായി. ചുരുക്കി പറഞ്ഞ ഇപ്പം നമ്മുടെ കാര്യം നമുക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെ പോയി എന്ത് ചെയ്യും? ബാ നമുക്ക് സംസാരിക്കാം. അയാൾ എനിക്കിപ്പോൾ എന്തിനാ രാത്രി മെസ്സേജ് അയക്കാറുണ്ട്. അവനെ അറിയാലോ ഞാൻ നിന്റെ ഭർത്താവ് എന്നുള്ള കാര്യം. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നും രാത്രി ഇപ്പോൾ മെസ്സേജ് അയക്കും. ഹായ്, ഉറങ്ങിയോ, കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പിന്നെ പാവല്ല എന്നിട്ട് റിപ്ലൈ കൊടുക്കും. ഓഹോ. അല്ല ഉണ്ടോ ഇതുപോലുള്ള ഫ്രണ്ട്സിന്? ഞാൻ കൊടുക്കും. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ ചക്കച്ചപ്പറമ്പല്ലേ? ആണോ? ഓക്കെ, ശരി ശരി, താങ്ക് യു. ആരാ പ്രിയ? അനുപേട്ട, കേബിളിൻ്റെ ഓഫീസിൽ നിന്നാ. വൈഫൈ ശരിയായിട്ടുണ്ട്. ഓണാക്കണോ? ഓൺ ചെയ്യണ്ട. എന്താ പറഞ്ഞേ? മുളക് വെച്ചല്ലേ? ആ ഹായ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ, ഫോൺ 24 മണിക്കൂർ മാറ്റി വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മാറ്റി വെക്കില്ല, നന്നായിട്ട് അറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോൺ മാറ്റി വെക്കാതെ അടുത്തുള്ള ആളെ അടുത്തിരുത്തിക്കൊണ്ട് വേണം നമുക്ക് സംസാരിക്കാം.
അപ്പോൾ ചക്കച്ചാമ്പറമ്പിൽ അനൂപും പ്രിയയും അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയമായിട്ട് വരാം. അപ്പോൾ ബൈ.